നിങ്ങൾക്കൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നതുപോലെ തന്നെ എനിക്കുമുണ്ടായിരുന്നു സ്വപ്നങ്ങൾ. പക്ഷേ കഴിവുണ്ടായിട്ടും ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ പോയ ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു മകനുണ്ട്. അവൻ വളർന്നു വരുമ്പോൾ അവനുമുണ്ടാകും അവൻ്റേതായിട്ടുള്ള ഒരു സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് അവൻ യാത്ര ചെയ്യുമ്പോൾ അവനോടൊപ്പം നടക്കണം. അവൻ്റെ വീഴ്ചകളിൽ അവനെ ഒന്ന് കൈപിടിച്ചുയർത്തണം. ആ സ്വപ്നം അവൻ നേടിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കാരണക്കാരനായിട്ട് എനിക്ക് മാറണം. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പേർപ്പസ് അതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛനമ്മമാർക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയാതെ പോയത് അവന് വേണ്ടി എനിക്ക് ചെയ്യണമെന്നൊരു വലിയ ചിന്ത ഇപ്പോഴും എന്നെ കുറേ കൂടി ഉണർവോടെ, ഉന്മേഷത്തോടെ, ഊർജ്ജസ്വലതയോടെ ജീവിക്കാൻ സഹായിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള പ്രണയമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുള്ളത്, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ലഹരിയെക്കുറിച്ച് പറയുമ്പോഴും മദ്യവും മയക്കുമരുന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. അതായും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ജീവിച്ച് വളർന്ന കുടുംബ സാമൂഹിക പശ്ചാത്തലം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. എന്നാൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു പ്രണയത്തെക്കുറിച്ചും മറ്റൊരു ലഹരിയെക്കുറിച്ചുമാണ്. അവനവൻ്റെ ജീവിതമാകണം ഏറ്റവും വലിയ ലഹരി. അവനവൻ്റെ ജീവിതത്തെ പ്രണയിക്കാനാവണം. നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് അവനവൻ്റെ ജീവിതത്തെ പ്രണയിക്കാൻ സാധിക്കുന്നുണ്ട്? ഭൂരിഭാഗം ആളുകൾക്കും സാധിക്കുന്നില്ല എന്ന് ഞാൻ പറയും. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അവനവൻ്റെ ജീവിതത്തെ കുറ്റം പറയുന്ന ആളുകളല്ലേ നമ്മളൊക്കെ. ഈ പണ്ടാരം പഠിച്ച ജീവിതം, ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴാണോ അവസാനിക്കുക? ജീവിതത്തോടെ മടുപ്പ് തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പരാതികളും പരിഭവങ്ങളും കുറ്റങ്ങളും പറയുന്ന ആളുകളല്ലേ നമ്മളൊക്കെ. ചെറിയ ചെറിയ കാരണങ്ങൾ പോലും മതിയാവും അവനവൻ്റെ ജീവിതത്തെ കുറ്റം പറയാൻ. അവനവൻ്റെ ജീവിതത്തെ മാത്രമല്ല, ജന്മം നൽകിയ അച്ഛനമ്മമാരെ പോലും നമ്മൾ കുറ്റം പറയാറുണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട് എന്ന് പറയാനാവുക? നിങ്ങൾ ഒരു വ്യക്തിയാണ് പ്രണയിക്കുന്നതെങ്കിൽ ഏത് പ്രശ്നങ്ങൾക്കിടയിലും ആ പ്രണയം ആസ്വദിക്കാറില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ പോവാണ്, നിങ്ങൾ പ്രണയിക്കുന്ന ആളെ കാണാൻ പോവാണ്. കയ്യിൽ 5 പൈസയില്ല, പക്ഷേ നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ ആ പൈസ ഉണ്ടാക്കും. എന്നാൽ ആ പണം എപ്പോൾ തിരിച്ചു കൊടുക്കണം, അങ്ങനെ തിരിച്ചു കൊടുക്കാൻ എവിടെ നിന്നാണ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, ആലോചിക്കാറില്ല, ശരിയല്ലേ? എന്നിട്ട് നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത് അവരുടെ അടുത്ത് പോകും. ആ സമയം നമ്മൾ വളരെ മനോഹരമായി ആസ്വദിക്കും, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരുടെ മുന്നിൽ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തും. ആ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റി നിർത്തും. എന്നിട്ടോ നമ്മൾ ആ പ്രണയം മനോഹരമായിട്ട് ആസ്വദിക്കലാണ് പതിവ്. എന്നാൽ ഇത് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ അവിടെ അങ്ങനെയല്ല. അവിടെ ചെറിയൊരു പ്രശ്നം മതി. അവിടെ നമ്മൾ ജീവിതത്തെ ആസ്വദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജീവിതത്തെ കുറ്റം പറഞ്ഞ് കൂടുതൽ അതിനെ വഷളാക്കാണ് പതിവല്ലേ. അവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ പ്രണയിക്കണമെന്ന് പറയാൻ കാരണം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും, ഏത് കഷ്ടപ്പാടുകളിലും, ഏത് പ്രതിസന്ധികളിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ജീവിതത്തെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രണയിക്കുക. ജീവിതം ലഹരിയാക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരുപാട് പ്രതീക്ഷകൾ ചേർത്ത് പിടിച്ച് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കിക്കില്ലേ, അതാവണം നമ്മുടെ ജീവിതത്തിൻ്റെ ലഹരി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്ന നല്ല നല്ല നിമിഷങ്ങളും മുഹൂർത്തങ്ങളുമില്ലേ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമില്ലേ, ഒരനുഭൂതി, അതാവണം നമ്മുടെ ലഹരി. നമ്മൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, അത് ആസ്വദിക്കുന്നു, ഒരു നല്ല ജോലി കിട്ടുന്നു, ഒരു വിവാഹം കഴിക്കുന്നു, നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നു, നമ്മുടെ അച്ഛനമ്മമാരോടൊത്ത്, നമ്മുടെ ജീവിത പങ്കാളിയോടൊത്ത്, മക്കളോടൊത്ത്, സുഹൃത്തുക്കളോടൊത്ത്, മറ്റ് പ്രിയപ്പെട്ടവരോടൊത്ത് നമ്മൾ യാത്ര ചെയ്യുന്നു. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നല്ല നല്ല നിമിഷങ്ങളെ, നല്ല നല്ല മുഹൂർത്തങ്ങളെ നമുക്ക് ഓർത്തെടുക്കാനാവണം.
അതിനെ മനസ്സിലിട്ട് നമുക്ക് താലോലിക്കാനാവണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതം ലഹരിയാക്കാനാവുന്നത്. ഏത് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ജീവിതത്തെ മനോഹരമാക്കാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് അവനവൻ്റെ ജീവിതത്തെ ലഹരിയാക്കുക. അല്ലാതെ എല്ലാ ദിവസവും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് 2 അടിക്കണമെന്നത് മാത്രമായി പോകരുത് നമ്മുടെ ലഹരി എന്ന് പറയുന്നത്. അവനവൻ്റെ ജീവിതത്തെ നമുക്ക് ലഹരിയാക്കാനാവണം. എന്നാൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ പ്രണയിക്കാനാവുന്നത്? വെറുതെ നമുക്ക് പ്രണയിക്കാനാവോ? ഇല്ല. നമുക്കൊരു വ്യക്തിയോട് പ്രണയം തോന്നുന്നത് എപ്പോഴാണ്? അതിന് ഒരു കാരണമുണ്ടായിരിക്കുമല്ലേ? എനിക്ക് ഒരാളോട് പ്രണയം തോന്നി, എന്നാൽ അയാളോട് മറ്റൊരാൾക്ക് പ്രണയം തോന്നണമെന്നില്ല. അതിന് ഒരു കാരണമുണ്ട്. ഒരാളെ പ്രണയിക്കുന്നതിനും പ്രണയിക്കാതിരിക്കുന്നതിനും ഒരു കാരണമുണ്ടായിരിക്കും. ഈ ലോകത്തിലെ എല്ലാത്തിനും ഒരു കാരണമുണ്ട്, അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തെ പ്രണയിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് ഒരു കാരണമുണ്ടായിരിക്കണം. ആ കാരണത്തെ കണ്ടെത്തലാണ് യഥാർത്ഥ വിജയമെന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും അത് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? അത് വ്യക്തിപരമാവാം, കുടുംബപരമാവാം, സാമൂഹ്യപരമാവാം, മറ്റു തരത്തിലാവാം. ഒരു ഉദാഹരണത്തിന്, എൻ്റെ ജീവിതത്തിൽ ഈ മണ്ണിൽ ഞാനിവിടെ ജീവിക്കുന്നുണ്ട്. ഒരിക്കൽ ഈ മണ്ണ് വിട്ട് ഞാൻ കടന്നു പോകും. അപ്പോഴും എൻ്റെ പേരിവിടെ അടയാളപ്പെടേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് കണ്ടെത്താൻ പറ്റും. ഞാൻ എന്തിനിവിടെ ജീവിക്കണം എന്നതിൻ്റെ കാരണത്തെ കണ്ടെത്താൻ പറ്റും. ഇനി കുടുംബപരമായ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ മണ്ണിൽ ജീവിക്കേണ്ടതുണ്ട് എന്ന ഒരു കാരണത്തെ കണ്ടെത്താൻ പറ്റും. എന്തെങ്കിലും ഒരു സ്വപ്നമുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു വലിയ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നങ്ങൾ എനിക്ക് നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്നിടത്തും ഒരാൾക്ക് അയാൾ ഈ മണ്ണിൽ ജീവിക്കേണ്ടതിൻ്റെ കാരണത്തെ കണ്ടെത്താനാവും. പക്ഷേ ഈ കാരണങ്ങളൊന്നും യാന്ത്രികമായ ചിന്തകളുടെ പിൻബലത്തിലാവരുത്. നമുക്കൊക്കെ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളും നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങളും വളരെ യാന്ത്രികമാണ്. ഒരു സ്വാഭാവികമായിട്ടുള്ള മനസ്സിൻ്റെ ഒരു കുസൃതി പോലെയാണ് പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളത്. അങ്ങനെയല്ല, വളരെ ഭ്രാന്തമായ വൈകാരികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാരണങ്ങളെ കണ്ടെത്താൻ കഴിയുമ്പോഴാണ് അത് ജീവിതത്തിനൊരടിത്തറയായി മാറുന്നത്. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താവണം, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞതിന് ശേഷം കുറേ കൂടി ഉണർവോടെയും ഊർജ്ജസ്വലതയോടെയും ഉന്മേഷത്തോടെയും ജീവിതത്തെ സമീപിക്കാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താം, ഈ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നത് പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ. പക്ഷേ കഴിവുണ്ടായിട്ടും ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ പോയ ഒരാളാണ് ഞാൻ. കുട്ടിക്കാലം മുതലേ മനസ്സിൽ കൊണ്ടിടുന്ന ഒരു വലിയ സ്വപ്നം, പക്ഷെ നടന്നില്ല. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ പകുതി ഉത്തരവാദി ഞാൻ തന്നെ ആയിരിക്കാം. കാരണം എല്ലാ ഉത്തരവാദിത്തങ്ങളും മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ. മറ്റൊന്ന് എൻ്റെ കുടുംബ സാമൂഹിക ചുറ്റുപാട് തന്നെയാണ്. എൻ്റെ കഴിവുകളെ മനസ്സിലാക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒപ്പം കൂടാനോ എനിക്കാരെയും കിട്ടിയില്ല. അഡ്വൈസ് തരാൻ ആരും ഉണ്ടായിരുന്നില്ല കൂടെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എൻ്റെ ആ സ്വപ്നങ്ങൾ അങ്ങ് മുരടിച്ചു പോയി എന്നുള്ളതാണ്, ഒന്നുമാകാതെ പോയി എന്നുള്ളതാണ്. ഇനിയൊരിക്കലും ആ സ്വപ്നത്തെ എനിക്ക് നേടിയെടുക്കാനും പറ്റില്ല. കാരണം ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. ഒരു പ്രായത്തിനപ്പുറം, ഒരു കാലത്തിനപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ ചില സ്വപ്നങ്ങളെ നമുക്ക് സ്വന്തമാക്കാനാവില്ല. അതുകൊണ്ട് അത് മാഞ്ഞുപോയ, നഷ്ടപ്പെട്ടു പോയൊരു സ്വപ്നത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞുകൊണ്ട് വരുന്നത് അതല്ല. എനിക്ക് ഒരു മകനുണ്ട്. അവൻ വളർന്നു വരുമ്പോൾ അവനുമുണ്ടാകും അവൻ്റേതായിട്ടുള്ള ഒരു സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് അവൻ യാത്ര ചെയ്യുമ്പോൾ അവനോടൊപ്പം നടക്കണം. അവൻ്റെ വീഴ്ചകളിൽ അവനെ ഒന്ന് കൈപിടിച്ചുയർത്തണം. ആ സ്വപ്നം അവൻ നേടിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കാരണക്കാരനായിട്ട് എനിക്ക് മാറണം. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പേർപ്പസ് അതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നഷ്ടപ്പെട്ടു പോയത് അവനിലൂടെ എനിക്ക് സ്വന്തമാക്കാനാവില്ല. പക്ഷേ അവൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എനിക്ക് പലതും ചെയ്യാനാവുമെന്നുള്ളതാണ്. എൻ്റെ അച്ഛനമ്മമാർക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയാതെ പോയത് അവന് വേണ്ടി എനിക്ക് ചെയ്യണമെന്നൊരു വലിയ ചിന്ത ഇപ്പോഴും എന്നെ കുറേ കൂടി ഉണർവോടെ, ഉന്മേഷത്തോടെ, ഊർജ്ജസ്വലതയോടെ ജീവിക്കാൻ സഹായിക്കുന്നുണ്ട്. അവനവൻ്റെ ജീവിതത്തെ പ്രണയിക്കാൻ എനിക്ക് കുറേ കൂടി സാധിക്കുന്നുണ്ട്. നിങ്ങളോട് പറയാനുള്ളതും അതുതന്നെയാണ്. അവനവൻ്റെ ജീവിതത്തോട് പ്രണയം തോന്നാൻ നിങ്ങൾക്കും കൃത്യമായ ഒരു കാരണം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ
ജീവിതം വളരെ മനോഹരമാണ്, സുന്ദരമാണ്. ജീവിതം ആഘോഷിക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും, മനോഹരമാക്കാൻ പറ്റും. അവനവൻ്റെ ജീവിതത്തെ ഒരു ലഹരിയാക്കാനാവും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിന് കഴിയട്ടെ. കാണാം മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.